നമസ്തേ. ഞാൻ വിമലമ്മ ടീച്ചർ. 30 വർഷം അധ്യാപികയായി ജോലി നോക്കി. ഇപ്പോൾ സർവീസിൽ നിന്നും വിരമിച്ചു. 36 വർഷമായി ജ്യോതിഷിയായി ജോലി നോക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയത് ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ശ്രീദേവി ജ്യോതിഷ ചാനൽ. ഈ ചാനലിലൂടെ നമ്മൾ ഏവർക്കും ഒരുമിച്ച് ഒരുപാട് പേർ ഇങ്ങനെ പല ചാനലിലും ഞാനിങ്ങനെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ട് എന്നിലേക്ക് അടുത്ത് വന്നവർ പറഞ്ഞു, ടീച്ചർ സ്വന്തമായി ഒരു ചാനൽ തുടങ്ങൂ എന്നുള്ള നിർദ്ദേശപ്രകാരമാണ് ഞാൻ ചാനൽ തുടങ്ങിയത്. എന്തായാലും ജ്യോതിഷ വാർത്തയിലും ABC മലയാളത്തിലും അതുപോലെ മനോരമയിലും ജ്യോതിർദീപത്തിലുമൊക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നത് ആദ്യത്തെ ഒരു അനുഭവമല്ല. എന്നിരുന്നാൽ പോലും സ്വന്തം ചാനലായ ശ്രീദേവി ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വരെ നിങ്ങൾ തന്ന എല്ലാവരും കൂടി ചേർന്നാണ് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടായത്. അപ്പോൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇനി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതുവരെ നൽകി, ഇനിയും നൽകുമെന്നുള്ള വിശ്വാസമുണ്ട്. എന്നെ ഞാനാക്കിയ എൻ്റെ രക്ഷിതാക്കൾ, എൻ്റെ കുലദേവത, എൻ്റെ നാഗദേവതകൾ, ബ്രഹ്മരക്ഷസ്, ഐശ്വര്യഗന്ധർവസ്വാമി, യക്ഷിയമ്മ, ഇഷ്ടദേവതകളെ ഞാൻ ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്ന മൂകാംബിക അമ്മ, അതുപോലെ തന്നെ ചോറ്റാനിക്കരമ്മ, പൂർണ്ണത്രേശ്, അങ്ങനെ പൊന്നുദേനാവരത്തപ്പൻ, വൈക്കത്തപ്പൻ, അങ്ങനെ എല്ലാ ദേവതകളെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഈ ചാനൽ ഇന്ന് ഇവിടെ തുടങ്ങുന്നു. ഏതൊരു സംരംഭവും തുടങ്ങുമ്പോൾ ഗണപതി ഭഗവാനിലൂടെ വേണമല്ലോ തുടങ്ങാൻ. അപ്പോൾ ഗണപതി ഭഗവാൻ, ആദിമൂല ഗണപതിയായ കന്നിമൂല ഗണപതി ഭഗവാനെയും എല്ലാ ദേവതകളെയും സ്മരിച്ചുകൊണ്ട് ഗണപതി ഭഗവാന്റെ ഒരു ഗായത്രി ജപിച്ചുകൊണ്ട് നമുക്ക് ഇത് തുടങ്ങാം. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഇനി ഗണപതി ഭഗവാൻ എന്ന് പറയുമ്പോൾ തന്നെ സർവവിഘ്നങ്ങളും തീർത്തു തരുന്ന സർവവിഘ്ന ഹരേ ദേവ വിഘ്നേശ്വര വിഘ്നേശ്വര വിഘ്നേശ്വര. ഈ യാത്ര ഒരു മംഗളയാത്രയാക്കി തീർക്കണം. എല്ലായിടത്തും ഒപ്പം കൂടെ വന്നു നിന്നുകൊണ്ട് എല്ലാം ശുഭമാക്കട്ടെ. മംഗളമൂർത്തിയായ ഗണപതി ഭഗവാനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ഗണപതി ക്ഷേത്രങ്ങൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. ഓരോ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഞാൻ മൂലമന്ത്രം ജപിക്കാറുണ്ട്. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ധാരാളം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. പഴവങ്ങാട് ഗണപതി ക്ഷേത്രം, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം, അവിടുത്തെ അപ്പം എന്ന് പറയുമ്പോൾ തന്നെ വളരെ മാധുര്യമുള്ളതാണ്. അതുപോലെ തന്നെ മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രം, ഇടപ്പള്ളി കൊട്ടാരം ഗണപതി ക്ഷേത്രം, അങ്ങനെ ഒരുപാട് ഗണപതി ക്ഷേത്രങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. എല്ലാ ദർശനം നടത്തി ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ അവിടുത്തെ വിശേഷങ്ങളും അറിയാറുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാനുള്ള താല്പര്യമുണ്ട്. ഇന്ന് ഈ അടുത്ത ദിവസം ഞാൻ തിരുനക്കര, കോട്ടയം തിരുനക്കര ക്ഷേത്രം, അതായത് തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. അവിടെ സാധാരണ എല്ലാ ക്ഷേത്രത്തിലും പോകുന്നത് പോലെ തന്നെ അവിടെയും പോയി കയറി ചെന്ന ഉടനെ തന്നെ ഇടതുവശത്തായി ഗണപതി ഭഗവാന്റെ ഒരു ഇതുണ്ട്. ഗണപതി ഭഗവാനെ തൊഴുതു, കറുകമാല ചാർത്തുന്നു, നാളികേരം മുടയ്ക്കുന്നു. ഞാനും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് മുകളിൽ പോയി ഭഗവാനെ, മഹാദേവനെ തൊഴുതു, പ്രാർത്ഥിച്ചു. അപ്പോൾ ആ ക്ഷേത്രത്തോട് എനിക്കൊരു അടുപ്പമുണ്ട്. എൻ്റെ അമ്മയുടെ അച്ഛൻ അവിടെ ജോലി ചെയ്തിരുന്നു എന്ന് അമ്മ പറഞ്ഞുള്ളൊരു അറിവുണ്ട്. അച്ഛനെ കണ്ടിട്ടൊന്നുമില്ല. എന്തായാലും ആ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അമ്മയെയും മുത്തച്ഛനുമൊക്കെ ഒന്ന് സ്മരിച്ചുകൊണ്ട് ഞാൻ ദർശനമൊക്കെ നടത്തി സന്തോഷത്തോടുകൂടി പുറത്തിറങ്ങി ഇടതുവശത്ത് നോക്കിയപ്പോൾ ഇതാ പ്രദക്ഷിണ വഴിയിലേക്ക് തിരിയുമ്പോൾ വീണ്ടും ഒരു ഗണപതി ക്ഷേത്രം. അപ്പോൾ
ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമാണ് തോന്നിയത്. ഞാൻ പഴമാല എന്ന് കേട്ടിട്ടുണ്ട്, പഴമാല വഴിപാട് കഴിച്ചാൽ ഫലം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടും അറിഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഗണപതി ഭഗവാന്റെ കഴുത്തിൽ ഇങ്ങനെ പഴമാല ചാർത്തിയിരിക്കുന്നത് കണ്ടത്. കറുകമാലയും താമരമാലയും ഒക്കെ ചാർത്തി കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ ക്ഷേത്രത്തിലെ ഗണപതി ഭഗവാന്റെ കഴുത്തിൽ ഒരു 2-3 പഴമാല, കുറേ പഴങ്ങൾ കോർത്ത പഴമാല കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി, ഭയങ്കര ഐശ്വര്യവും തോന്നി. ആ ഭഗവാനെ കാണുമ്പോൾ എന്തൊന്നില്ലാത്ത സന്തോഷം തോന്നി. അങ്ങനെ ഭഗവാനെ ദർശനം നടത്തിയിട്ട് എന്തായിരിക്കാം ഈ പഴമാല ചാർത്തിയതിൻ്റെ, ഞാൻ കേട്ടിട്ടുണ്ട് പഴമാല ചാർത്തിയാൽ വിവാഹ തടസ്സം മാറുമെന്ന്. ഞാനും ആർക്കൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ട് തടസ്സം മാറിയിട്ടൊക്കെ ഉണ്ട്. എന്നാലും ഇവിടെയും അതുതന്നെയാണോ എന്നറിയാൻ വേണ്ടി ഞാൻ പുറത്തിറങ്ങി. അവിടുത്തെ ദേവസ്വം ഓഫീസിൽ ദേവസ്വത്തിൽ ഒരു ജോലിക്കാരനുണ്ടായിരുന്നു, അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ എന്താണ് ഇവിടുത്തെ ഈ പഴമാലയുടെ എന്തെങ്കിലും പ്രത്യേക വഴിപാടാണോ, എന്താണ് ആ വഴിപാടിന് പ്രത്യേക ഉദ്ദേശം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 30 വയസ്സൊക്കെ ആയിട്ട്, അതായത് വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടക്കാത്തവർ ഇവിടെ വന്ന് ഭഗവാന് പഴമാല ചാർത്തി കഴിയുമ്പോൾ ചിലപ്പോൾ 7 തവണയൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ എന്നാൽ പോലും വിവാഹ തടസ്സം മാറ്റിക്കൊടുക്കുമത്രേ. അതാണ് ഇവിടുത്തെ വിശ്വാസം. ഒരുപാട് പേർ അന്ന് ഇങ്ങനെ അനുഭവം പറഞ്ഞിട്ടുണ്ട് എന്ന് കേട്ടു. അപ്പോൾ ഞാൻ എൻ്റെ ആദ്യ വീഡിയോയിലൂടെ ഒരുപാട് രക്ഷിതാക്കൾ, 16 വർഷത്തെ ജ്യോതിഷ ജീവിതത്തിൽ കിട്ടിയ ഒരു അനുഭവം എന്ന് വെച്ചിട്ട് ഒരുപാട് അമ്മമാർ എൻ്റെ മകൻ്റെ വിവാഹം ഒന്നും നടന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് എത്രയോ അമ്മമാർ പറയാറുണ്ട്. എത്ര വ്യക്തികൾ തന്നെ വന്നിട്ട്, ടീച്ചറെ എനിക്കിനി ഒരു വിവാഹം ഉണ്ടാകുമോ, 40 വയസ്സൊക്കെ ആയി, ഇനി ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്ന അവർക്കും, ഈ വിവാഹം ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ രക്ഷിതാക്കൾക്ക് അവരുടെ മക്കളുടെ വിവാഹം കാണുവാനും വിവാഹം നടക്കാത്ത യുവാക്കൾക്കും യുവതികൾക്കും ഒക്കെ അവരുടെ ആഗ്രഹ പൂർത്തീകരണം സഫലമാക്കാൻ ഈ തിരുനക്കര ക്ഷേത്രത്തിലെ ഗണപതി ഭഗവാനെ പഴമാല ചാർത്തി തൊഴുതാൽ തീർച്ചയായും ഫലം ലഭിക്കും. ഇതൊരു വിശ്വാസമാണ്, ഇതൊരു അനുഭവ സാക്ഷ്യവും കൂടിയാണ്. എന്തായാലും ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നു. ഇതുപോലെ ഗണപതി ഭഗവാനെ കുറിച്ച് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. പൂർണ്ണത്രയീശ ക്ഷേത്രം എന്ന് പറഞ്ഞ് തൃപ്പൂണിത്തുറയിലെ ഒരു മഹാക്ഷേത്രമാണ്. രാജാക്കന്മാരുടെ കാലത്തുള്ള ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ ഗണപതി ഭഗവാൻ തെക്കോട്ടാണ് ഇരിക്കുന്നത്. ആ തെക്കോട്ടിരിക്കുന്ന ഗണപതി ഭഗവാന്റെ മുമ്പിലാണ് പൂർണ്ണത്രയീശ ഭഗവാനുള്ള വഴിപാടുകൾ. ഇപ്പോൾ കദളിപ്പഴവും പൂവമ്പഴവും ഒക്കെ നേദിക്കാൻ കൊടുത്താൽ, പൂവും അതുപോലെ എല്ലാം കൊടുത്താലും ഭഗവാന്റെ നടയിലൂടെയാണ് അകത്തേക്ക് പോകുന്നത്. അപ്പോൾ ആ ഗണപതി ഭഗവാൻ തെക്കോട്ടിരിക്കുന്നു. ഭയങ്കര അനുഗ്രഹമുള്ള, ഉപദേവതയാണെങ്കിൽ പോലും ഭയങ്കര അനുഗ്രഹം ചൊരിയുന്ന ഭഗവാനാണത്. അതുപോലെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ കയറിയാൽ ഉടനെ തന്നെ അമ്പലത്തിനകത്തേക്ക് കടന്നാൽ വലതു ഭാഗത്ത് തൂണുമേൽ ഗണപതിയുണ്ട്. ആ ഭഗവാനും അപ്പം വഴിപാടും നാളികേര ഉടയ്ക്കലും നാളികേര ദീപമൊക്കെ അവിടുത്തെയും വഴിപാടാണ്. അവിടെയും മാലയൊക്കെ ചാർത്തി കറുകമാലയൊക്കെ ചാർത്തി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം തീർച്ചയായിട്ടും തൂണുമേൽ ഗണപതിക്കാണെങ്കിലും, തെക്കോട്ടിരിക്കുന്ന ഗണപതി ഭഗവാനാണെങ്കിലും, പടിഞ്ഞാട്ടിരിക്കുന്ന ഗണപതി ഭഗവാനാണെങ്കിലും, സ്വന്തം ക്ഷേത്രം, ഇപ്പം ഇടപ്പള്ളി ഗണപതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു കൊട്ടാരത്തിനകത്ത് ഉള്ളതാണ്. കൊട്ടാരം ഗണപതി വളരെ തെക്കും തിരക്കുമാണ്. അവിടെ ഇങ്ങനെ ചാക്ക് കണക്കിനാണ് അവിടെ നാളികേരം ഉടയ്ക്കാൻ ആൾക്കാരെത്തുന്നത്. അത്രയ്ക്ക് വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ഗണപതി ഭഗവാനാണ്. അവിടെ ഒറ്റയപ്പം അവിടുത്തെ ഭയങ്കര വിശേഷമാണ്. കൂട്ടയപ്പം, ഒറ്റയപ്പം, മോദകം, അതുപോലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഗണപതി ഹോമം, അങ്ങനെ ഒരുപാട് വഴിപാടുകളുണ്ട്. അവിടെ പോയി ഒന്ന് ദർശനം നടത്തിയാൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടുന്നതാണ് ഇടപ്പള്ളി കൊട്ടാരം ഗണപതി ക്ഷേത്രം. പക്ഷെ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 മണി കഴിഞ്ഞാൽ ക്ഷേത്രത്തിനകത്ത് കയറി നമുക്ക് പ്രദക്ഷിണം വെച്ച് ഇത് കഴിക്കാൻ പറ്റില്ല. പുറത്തു നിന്ന് നമുക്ക് ഭഗവാനെ നന്നായി തൊഴാം, അവിടെ നാളികേരം ഉടയ്ക്കാം, അവിടെ നാഗദേവതകളെയും തൊഴാം. പക്ഷെ അത് 7 മണിക്ക് മുമ്പ്, പുലർച്ചെ 7 മണിക്ക് മുമ്പ് ചെന്നാൽ മാത്രമാണ് അവിടെ അകത്ത് കയറി വഴിപാട് കഴിച്ച് തൊഴിൽ വരാൻ പറ്റുള്ളൂ. അത് ഇടപ്പള്ളി ഗണപതിയുടെ കാര്യം. അതുപോലെ ഒരുപാട് ഗണപതി ക്ഷേത്രങ്ങളും ആ ക്ഷേത്രങ്ങളിലെ അനുഭവങ്ങളും നമുക്കുണ്ട്. ഈ ഗണപതി ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെ, അതായത് ഉമയുടെയും മഹേശ്വരൻ്റെയും പുത്രനായ ഗണപതി ഭഗവാനെ കുറിച്ച് പറയുമ്പോൾ ഈ ഗണപതി ഭഗവാന്റെ ഉൽപ്പത്തിയൊക്കെ നമുക്കറിയാം.
എന്നിരുന്നാലും അതിൻ്റെ പിന്നിൽ ഒരു ചെറിയ കഥയുണ്ട്. ഇത് കഥയാണ് ഐതിഹ്യമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കേട്ടറിവാണ്. അത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ആദിമൂല ഗണപതി, കന്നിമൂല ഗണപതി എന്ന് പറയുന്നത് കന്നിമൂലയിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തിരിക്കുന്ന ആദിമൂല ഗണപതി അതീവ സുന്ദരനും തേജസ്സുള്ളതുമായ ഗണപതി. മഹാലക്ഷ്മിയുടെ മടിത്തട്ടിലിരിക്കുന്നത് പോലെയാണ് അത്ര ഇരിക്കുന്നത്. ഭയങ്കര സൗന്ദര്യമാണ്. ആ ഗണപതി ഭഗവാനെ കണ്ടപ്പോൾ പാർവതീ ദേവിക്ക് മോഹം തോന്നിയത്രേ, എനിക്ക് ഇതുപോലൊരു ഉണ്ണി ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ അമ്മ ആഗ്രഹിച്ചു. പക്ഷെ അപ്പം തന്നെ അമ്മയ്ക്കറിയാം, അമ്മയ്ക്കൊരു ശാപം കിട്ടിയിട്ടുണ്ട് രതീദേവിയുടെ. അതായത് കാമദേവനെ ശിവഭഗവാന്റെ തൃക്കണ്ണിൽ നിന്നും രശ്മികൾ വന്നത് ഭസ്മമായി പോയ കഥയൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അന്ന് രതീദേവി ഗർഭിണിയായിരുന്നു, കാമദേവൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. അപ്പോൾ തൻ്റെ കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ അതിൻ്റെ അച്ഛനെ കാണാൻ കഴിയാതെ വിഷമിക്കുമല്ലോ, അതുകൊണ്ട് ഒരിക്കലെങ്കിലും ഇനി ഒരിക്കലും നിനക്ക് ഒരു സന്തതിയെ ഗർഭം ധരിക്കുവാനുള്ള യോഗമുണ്ടാവാതെ പോകട്ടെ എന്ന് ശപിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയാം കാമദേവന് മോശമൊക്കെ കിട്ടിയെങ്കിലും പാർവതീ ദേവിക്ക് ഗർഭധാരണത്തിനുള്ള ഒരവസരമില്ല. പക്ഷെ സന്താനഭാഗ്യമൊക്കെ ഉണ്ടായി. ഭഗവാൻ സുബ്രഹ്മണ്യ സ്വാമി ശിവഭഗവാന്റെയും പാർവതീ ദേവിയുടെയും പുത്രനായി ജനിച്ചു. ഇപ്പോൾ ഗണപതി ഭഗവാൻ അമ്മ തന്നെ ജന്മം കൊടുത്ത, അതായത് അമ്മ തന്നെ മണ്ണ് കുഴച്ച് രൂപം കൊടുത്ത് തൻ്റെ ജീവൻ സ്വന്തമായിട്ട് ജീവൻ കൊടുത്ത ആ രൂപമാണ് ഇപ്പോഴുള്ള ഗണപതി ഭഗവാൻ. അമ്മയെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആ കഥകളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ എന്തായാലും ആദിമൂല ഗണപതിയാണെങ്കിലും ശിവഭഗവാന്റെയും പാർവതീദേവിയുടെയും പുത്രനായ ഗണപതി ഭഗവാനാണെങ്കിലും മംഗളമൂർത്തിയായ ഗണപതി ഭഗവാന്റെ കുറിച്ച് രണ്ട് വാക്കുകൾ പറയാൻ സാധിച്ചത് തന്നെ ഏറ്റവും വലിയ കാര്യം. ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ എല്ലാം ഭംഗിയായി നടക്കും. അപ്പം ഗണപതി ഭഗവാൻ കനിഞ്ഞനുഗ്രഹിച്ച് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും, ഈ വീഡിയോയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാ നന്മകളും എല്ലാ തടസ്സങ്ങളും മാറ്റി എല്ലാ നന്മകളും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾക്കായി അപേക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ സമാപിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ എന്നോട് സംവദിക്കുക, നിങ്ങളുടെ അഭിപ്രായം തുറന്നു പറയുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.